ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1 ജൻസി കലാപം അരങ്ങു തകർത്ത നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ രാജകൊട്ടാരത്തിന് അധികം ദൂരെയല്ലാതെ റോഡിന്റെ മറുവശത്തായി ഒരു ശവകുടീരമുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തായ കലാപങ്ങളിലൊന്നിലെ നായികയാണ് അധികം ആരും അറിയാതെ ജീർണാവസ്ഥയിലായ ആ ശവകുടീരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വെറുമൊരു കലാപനായിക മാത്രമായിരുന്നില്ല കേട്ടോ അവർ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വിറപ്പിച്ച വീരനായിക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ പോരാളികളിൽ ഒരാൾ, നമ്മളെല്ലാം ആരാധനയോടെ കേട്ടറിഞ്ഞ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ധീരയായ നായിക ബീഗം ഹസ്രത്ത് മഹൽ. അതാണ് അവരുടെ പേര്. കൊട്ടാരം കലാകാരിയിൽ നിന്നും രാജ്ഞിയായി വളർന്ന സംഭവബഹുലമായ ജീവിതമായിരുന്നു ബീഗം ഹസ്രത്ത് മഹലിന്റേത്. ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിൽ നിന്ന് കൊട്ടാരത്തിന്റെ ധാരാളിത്തത്തിലേക്ക് എത്തപ്പെട്ട ഒരുവളായിരുന്നു. ബ്രിട്ടീഷുകാർ ഓരോ പ്രവിശ്യകളായി കൈയടക്കിക്കൊണ്ടിരിക്കെ അതിനെതിരെ വാളുയർത്തിയ ധീര ദേശാഭിമാനിയായിരുന്നു. അസാധാരണമായ ധീരതയും നയതന്ത്ര ചാതുരിയും യുദ്ധവീര്യവും പ്രകടിപ്പിച്ച ബീഗം ഹസ്രത്ത് മഹലിന്റെ മുൻകൈയിൽ നടന്ന ലക്നൗ ഉപരോധം 18 മാസമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വെള്ളം കുടിപ്പിച്ചത്. പ്രശ്ന പരിഹാരത്തിനായി സമവായ കരാറുമായി മുന്നോട്ട് വന്ന ബ്രിട്ടീഷ് രാജ്ഞിയോട് ഇത് വെറും കെണിയാണെന്നും കീഴടങ്ങാൻ വേറെ ആളെ നോക്കണമെന്നും ഗർജിച്ച പുലിക്കുട്ടിയാണ് അവർ. ഒടുക്കം എല്ലാ വാതിലുകളും അടഞ്ഞ് പരാജയത്തിലേക്ക് മൂക്കുകുത്തിയപ്പോൾ ബ്രിട്ടീഷുകാരെ വെട്ടിച്ച് രായ്ക്കിരാമാനം നേപ്പാളിലേക്ക് കടന്നു. അവിടെ നിന്നും ബ്രിട്ടീഷുകാർക്കെതിരെ പടയൊരുക്കം നടത്തുന്നതിനിടയിലായിരുന്നു മരണം ആ ധീരവനിതയെ തേടിയെത്തിയത്. Indian head of mission to Nepal, Manjeev Singh Puri, on Wednesday laid wreath on the tomb of Indian freedom fighter Begum Hazrat Mahal in Nepalese capital, Kathmandu. ബീഗം ഹസ്രത്ത് മഹലിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിരോധത്തെ ബ്രിട്ടീഷുകാർ അന്ന് മറികടന്നത് നേപ്പാൾ രാജാവിന്റെ സഹായത്തോടെയായിരുന്നു. നേപ്പാളിൽ നിന്നും മഞ്ഞുമലകൾ കയറിയിറങ്ങി വന്ന ഗൂർഖ സൈന്യത്തിന്റെ സഹായത്തോടെയാണ് ഹസ്രത്ത് മഹലിന്റെ സൈന്യത്തെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത്. എന്നാൽ പരാജയത്തിന് ശേഷം അതേ നേപ്പാളിലേക്കാണ് അതീവ രഹസ്യമായിട്ട് ബീഗം രക്ഷപ്പെട്ടത്. ശത്രുവായിരുന്ന അതേ നേപ്പാൾ രാജാവാണ് അവർക്ക് കൊട്ടാരത്തിനടുത്ത് അഭയസ്ഥാനം നൽകിയത്. അവിടെ സ്വന്തം പണം ഉപയോഗിച്ച് ഒരു കൊട്ടാരം, ഒരു പള്ളിയൊക്കെ പണിത് പുതിയ പടയൊരുക്കങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അതിനിടയിലാണ് മരണം അവരെ തേടിയെത്തുന്നത്. സ്വന്തം പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്താണ് ബീഗം ഹസ്രത്ത് മഹലിന് അന്ത്യവിശ്രമം ഒരുക്കിയത്. എന്നാൽ പിന്നീട് കാലം കഴിഞ്ഞു, രാഷ്ട്രീയ കാലാവസ്ഥകൾ മാറിമറിഞ്ഞു. അവരെയും ആ ഖബറിനെയും എല്ലാവരും മറന്നുപോയി. പള്ളിക്കമ്മിറ്റി മാത്രമാണ് ഇന്ത്യ ചരിത്രത്തിലെ ആ മഹത്തായ സ്മാരകം ഇന്ന് പരിതാപകരമായ അവസ്ഥയിലാണെങ്കിലും ചെറുതായിട്ടെങ്കിലും സംരക്ഷിച്ചു പോരുന്നത്. നേപ്പാളിന്റെ ചരിത്രം സംരക്ഷിക്കാൻ ഓടി നടക്കുന്ന നേപ്പാൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റോ ടൂറിസം വകുപ്പോ ഒന്നും ഈ സ്മാരകത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടേ ഇല്ല, അത് സംരക്ഷിക്കുന്നുമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അനേകം വാർഷികങ്ങൾ അതിഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കപ്പെട്ടപ്പോഴും ധീരയായ ആ സ്വാതന്ത്ര്യ സമര പോരാളിയുടെ നേപ്പാളിലെ ശവകുടീരത്തെ കുറിച്ച് ആരും ഓർമ്മിച്ചതേയില്ല. പക്ഷെ അങ്ങനെ മറക്കേണ്ട ഒരാളല്ല ബീഗം ഹസ്രത്ത് മഹൽ. ആരും അറിയാതെ ചരിത്രത്തിന്റെ മണ്ണടരുകളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ആ ധീരദേശാഭിമാനിയെ ഓർമ്മിക്കുകയാണ് നമ്മളിവിടെ. Fascinating woman, Begum Hazrat Mahal of Lucknow. ഇതാണ് ബീഗം ഹസ്രത്ത് മഹൽ. അതിസുന്ദരിയായ ഒരു രാജ്ഞിയുടെ മുഖമാണ് ഇനിയുള്ള ഫോട്ടോകളിലൂടെയൊക്കെ നമ്മുടെ ഉള്ളുകളിലേക്ക് എത്തുന്നത്. ആ അതിസുന്ദരിയായ യുവതിക്ക് പറയാൻ പറ്റേ ഒട്ടും സുന്ദരമല്ലാത്ത ഒരു ചരിത്രമുണ്ട്, കാലങ്ങളുണ്ട്. ഇന്നത്തെ അയോധ്യ നിൽക്കുന്ന ഇടം പണ്ട് അവധ് എന്ന നാട്ടുരാജ്യമായിരുന്നു. അതിന്റെ തലസ്ഥാനമായിരുന്നു ഫൈസാബാദ്. ഫൈസാബാദിലെ ഒരു കുടുംബത്തിലാണ് 1820 ഏപ്രിൽ 7 അവൾ ജനിച്ചത്. പിതാവ് കലാകാരൻ, പക്ഷെ അതീവ ദരിദ്രൻ. മുഹമ്മദി ഖാനം എന്നായിരുന്നു മാതാപിതാക്കൾ ആ പെൺകുട്ടിക്കിട്ട പേര്. പിതാവ് ചെറുപ്പത്തിലേ മരിച്ചു. അതോടെ അവൾ അനാഥയായി പോയി. അക്കാലത്ത് അങ്ങനെയുള്ള കുട്ടികൾ സ്വാഭാവികമായി ചെന്നെത്തുന്ന ഒരിടത്തേക്കാണ് അവളും പിന്നീട് ചെന്നെത്തിയത്, രാജകൊട്ടാരത്തിലെ തവായിഫുകളുടെ അറകളിലൊന്നിലേക്ക്. ആരാണ് തവായിഫുകൾ എന്ന് പറയുന്നതിന് മുമ്പ് അവധ് എന്ന നാട്ടുരാജ്യത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. ഇന്നത്തെ ഉത്തർപ്രദേശിൽ ഇന്നത്തെ അയോധ്യയും പരിസരങ്ങളും എല്ലാം ചേർന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു അവധ്. സമ്പത്തിലും അധികാരത്തിലും പേരുകേട്ടവരായിരുന്നു അവധിലെ നവാബുമാർ.
മുഗൾ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള 12 പ്രവിശ്യകളിൽ ഒന്നായിരുന്നു ആദ്യം അത്. പിന്നീട് മുഗൾ സാമ്രാജ്യം ക്ഷയിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റു പല പ്രവിശ്യകളെയും പോലെ അവധ് തഴച്ചു വളർന്നു. മുഗൾ പ്രവിശ്യ എന്നതിൽ നിന്നും എല്ലാ അധികാരങ്ങളും സ്വന്തമായുള്ള നാട്ടുരാജ്യമായി അത് വളർന്നുകൊണ്ടേയിരുന്നു. ഇടക്കാലത്ത് മുഗൾ ചക്രവർത്തി ആരെന്ന് നിശ്ചയിക്കാൻ മാത്രം ശക്തരായി അവധ് മാറുന്നുണ്ടെങ്കിലും പിന്നീട് അവർ സ്വന്തം രാജ്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അതിസമ്പന്നമായിരുന്നു ആ നാട്ടുരാജ്യം. കൃഷി, നെയ്ത്ത്, കലയിലൊക്കെ പേരുകേട്ട ഇടമായി മാറി. കലാകാരന്മാരുടെ സ്വന്തം ഇടമായി മാറി. അവധിലെ നവാബുമാരുടെ രാജധാനികൾ. സംഗീതം, നൃത്തം, കല, നെയ്ത്ത്, ശില്പകല, വാസ്തുകല എന്നിങ്ങനെ ഏത് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച മഹാരഥന്മാരുടെയും താവളം കൂടിയായി മാറി. രാജധാനിയോട് ചേർന്നാണ് തവായിഫുകൾ ഉണ്ടായിരുന്നത്. രാജാവിനെയും രാജസഭയെയും അതിഥികളെയും എല്ലാം കലയിലൂടെ സന്തോഷിപ്പിക്കാൻ ചുമതലപ്പെട്ട സ്ത്രീകളായിരുന്നു തവായിഫുകൾ. ഏറ്റവും മികച്ച സംഗീതവും നൃത്തവും കവിതയും ഒക്കെ സ്വായത്തമാക്കിയവർ. ആട്ടവും പാട്ടും കവിതയും കൊണ്ട് രാജസദസ്സുകളെ ത്രസിപ്പിക്കുന്നവർ. നൃത്തം, കവിത രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഉന്നതമായ ബുദ്ധിശക്തിയുള്ളവരായിരുന്നു തവായിഫുകൾ. മനോഹരമായ പെരുമാറ്റത്തിനും സംഭാഷണ ചാതുരിക്കും പേര് കേട്ടവരായിരുന്നു അവർ. പിൽക്കാലത്ത് ശരീരം കൊണ്ട് പ്രമുഖരെ എല്ലാം രസിപ്പിക്കാൻ വിധിക്കപ്പെട്ട അഭിസാരികകളായി അവരെ കണക്കാക്കി പോന്നുവെങ്കിലും അക്കാലത്തേക്ക് അത്രയ്ക്ക് ജീർണമൊന്നുമായിരുന്നില്ല അവരുടെ അവസ്ഥ. കലയ്ക്ക് തന്നെയായിരുന്നു തവായിഫുകളുടെ ജീവിതത്തിൽ അന്ന് മുൻതൂക്കം. അവരുടെ ഭക്ഷണവും താമസവും ചെലവുകളും എല്ലാം നവാബ് തന്നെയാണ് വഹിച്ചിരുന്നത്. എല്ലാവരും ഒരുമിച്ചായിരുന്നു താമസവും. ചെറിയ കുട്ടികളെ വലിയ കലാകാരികളായി വളർത്തിയെടുത്തുകൊണ്ടിരുന്നു. അങ്ങനത്തെ ഒരു സംവിധാനമൊക്കെ അവർക്കുണ്ടായിരുന്നു. അവധിലെ തവായിഫുകളുടെ കൂട്ടത്തിലേക്കാണ് പിതാവ് മരണപ്പെട്ട അനാഥയായി മാറിയ മുഹമ്മദി ഖാനം എന്ന നമ്മുടെ കഥാനായിക ചെന്നെത്തുന്നത്. അവിടെ അവൾക്ക് ഭക്ഷണവും താമസവും ലഭ്യമായി. ഒപ്പം സകല കലകളിലുമുള്ള പരിശീലനം ലഭിച്ചു. അതിനുശേഷം കൗമാരപ്രായം കഴിഞ്ഞപ്പോൾ അന്നത്തെ നവാബായിരുന്ന വാജിദ് അലി ഷായുടെ ഹറമിൽ അവൾ എത്തി. പരിഖാന എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. നൃത്തത്തിലും സംഗീതത്തിലും ബുദ്ധിശക്തിയിലും ആരെയും അതിശയിപ്പിക്കുന്ന ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ നവാബിന്റെ വളരെ പ്രിയപ്പെട്ടവളായി മാറി. അധികം വൈകാതെ അദ്ദേഹം അവളെ മുദ എന്നറിയപ്പെടുന്ന താൽക്കാലിക വിവാഹത്തിലൂടെ സ്വന്തമാക്കി. മെഹക് പരി അഥവാ സുഗന്ധമോഹിനി എന്ന് അദ്ദേഹം അവളെ വിളിച്ചു. കലാരസികനായ നവാബ് അവളെ തീവ്രമായി പ്രണയിച്ചു തുടങ്ങിയിരുന്നു. അദ്ദേഹം അവളെ ഇഫ്തി ഗദ്റുന്നീസ, സ്ത്രീകളുടെ അഭിമാനം എന്ന് വിളിക്കാൻ തുടങ്ങി. 1845 നവാബിന്റെ മകന് അവൾ ജന്മം നൽകി. പിന്നീട് നവാബിന്റെ അനന്തരാവകാശിയായി മാറിയ ബിർജിസ് ഖദർ ആയിരുന്നു ആ മകൻ. അതിനുശേഷം അവൾ നവാബിന്റെ ഭാര്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അതോടെ മുഹമ്മദി ഖാനി എന്ന യുവതി ഇഫ്തിഖർ ഉൻ നിസ ബീഗം ഹസ്രത്ത് മഹൽ സാഹിബ എന്നാണ് അറിയപ്പെട്ടത്. അവധിനെ സംബന്ധിച്ച് നിർണായകമായ വർഷങ്ങളായിരുന്നു അത്. കച്ചവടത്തിനായി വന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാട്ടുരാജ്യത്തിൽ കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാലം. ലക്ഷക്കണക്കിന് രൂപ കപ്പമായി വാങ്ങി അവർ നാട്ടുരാജ്യങ്ങൾക്ക് സംരക്ഷണം നൽകുകയാണെന്ന് ഭാവിക്കുന്ന കാലം. അവധിന്റെ സംരക്ഷണ ചുമതല ബ്രിട്ടീഷുകാർക്കായി. ലക്നൌവിലായിരുന്നു അവധിന്റെ ചുമതലയുള്ള റെസിഡന്റ് താമസിച്ചിരുന്നത്. നവാബും റെസിഡന്റുമായുള്ള ബന്ധം ഒട്ടും സുഖകരമായിരുന്നില്ല. ഭരണത്തിൽ ബ്രിട്ടീഷ് റെസിഡന്റ് കൂടുതലായി ഇടപെട്ടപ്പോൾ നവാബ് അതിനെ ചെറുത്തു നിൽക്കാൻ തുടങ്ങി. സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് പട്ടാളക്കാർ അവധിലേക്ക് മാർച്ച് ചെയ്തു. അവർ അവധി പിടിച്ചെടുക്കുമെന്ന ഘട്ടമായപ്പോൾ നവാബ് വഴങ്ങേണ്ടി വന്നു. ബ്രിട്ടീഷുകാർ നവാബിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. അതിനുശേഷം ബ്രിട്ടീഷ് ആസ്ഥാനമായിരുന്ന കൽക്കട്ടയിലേക്ക് നാടുകടത്തി. വാജിദ് അലി ഷായെ നാടുകടത്തിയപ്പോൾ ബീഗം ഹസ്രത്ത് മഹൽ അദ്ദേഹത്തിന്റെ കണ്ണും കാതുമായി നിറയുറപ്പിച്ചു. അടുത്ത ബ്രിട്ടീഷ് വിരോധിയായ ഹസ്രത്ത് മഹൽ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങാൻ വിസമ്മതിച്ചു. ബ്രിട്ടീഷ് പിടിയിൽ നിന്നും അവധിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അവർ തീരുമാനിച്ചു. അതിനായിട്ട് തൊട്ടടുത്തുള്ള നാട്ടുരാജാക്കന്മാരുമായി അവർ ചർച്ചകൾ നടത്തി. മറാത്ത നേതാവായ നാനാ സാഹബ് അടക്കമുള്ള ബ്രിട്ടീഷുകാർക്കെതിരായി നിലപാടെടുത്ത നാട്ടുരാജാക്കന്മാരെ മുഴുവൻ ഒരുമിപ്പിച്ചു നിർത്തി പൊരുതാനായിരുന്നു ബീഗത്തിന്റെ ശ്രമം. രണ്ട് ആരോപണങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ബീഗം മുന്നോട്ട് വെച്ചത്. ഒന്ന്, ബ്രിട്ടീഷുകാർ റോഡ് ഉണ്ടാക്കാമെന്ന പേരിൽ മസ്ജിദുകളും ക്ഷേത്രങ്ങളും നശിപ്പിക്കുന്നു. 2, പന്നികളുടെയും പശുക്കളുടെയും കൊഴുപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ തരം വെടിയുണ്ടകൾ അവർ ഉപയോഗിക്കുന്നു. ഈ 2 കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ബീഗം ഹസ്രത്ത് മഹൽ അവധിലെ ഗ്രാമീണ ജനതയെ ഒന്നിച്ചു ചേർത്തു, അഭ്യർത്ഥിച്ചു. തന്നോടൊപ്പം അണിചേരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു. തന്റെ മുഴുവൻ സമ്പത്തും അവർ അതിനായിട്ട് വിനിയോഗിച്ചു.
അതിനിടയിലാണ് 1857 മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ശിപ്പായി ലഹള എന്നറിയപ്പെട്ട കലാപത്തിന് ബീഗം എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. എൻഫീൽഡ് റൈഫിളിൽ ഉപയോഗിക്കുന്നത് പന്നികളുടെയും പശുക്കളുടെയും കൊഴുപ്പ് കൊണ്ടുള്ള ഗ്രീസ് ആണെന്ന പ്രചാരണം കലാപത്തെ അങ്ങ് വല്ലാതെ ആളിക്കത്തിച്ചു. മേലുദ്യോഗസ്ഥരെ ധിക്കരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സേനയിലെ ഇന്ത്യക്കാരായ ശിപ്പായികൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിച്ചു. മീററ്റിലെ ബാരക്കിൽ തുടങ്ങിയ കലാപം കത്തിപ്പടർന്നു. അത് അവധിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വ്യാപിച്ചു. സിപ്പായിമാർ ബ്രിട്ടീഷ് ആസ്ഥാനമായ ലക്നൗ ഉപരോധിച്ചു. മറ്റു നാട്ടുരാജാക്കന്മാരുമായി ചേർന്ന് ഈ സമയത്ത് ബീഗം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പരസ്യമായി വിളിച്ചു. ബ്രിട്ടീഷ് ആസ്ഥാനത്തിനെതിരെ പോരിനിറങ്ങിയ രാജ ഹനുമന്ത് സിംഗിന്റെ സഹായത്തോടെ പട നയിച്ച് അവർ അവധിലെ ഭരണം തിരിച്ചുപിടിച്ചു. ഭരണാധികാരം തനിക്കാണെന്ന് പ്രഖ്യാപിച്ച അവർ തന്റെ മകൻ ബിർജിസ് ഖദറിനെ അനന്തരാവകാശിയായ രാജകുമാരനായി പ്രഖ്യാപിച്ചു. അവർ സ്വയം റീജന്റായി അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിസ്സഹായരായിരുന്നു. അവധിന്റെ സൈന്യം കമ്പനി പടയുടെ മുന്നേറ്റത്തെ തടഞ്ഞു. ബീഗം അവധ് സംസ്ഥാനത്തിന്റെ ഭരണം പൂർണ്ണമായി ഏറ്റെടുത്തു. ഭരണകാര്യങ്ങൾ അവർ തന്ത്രപരമായി തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. 1857 ജൂലൈ 5 ജയ്ലാൽ സിംഗിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ആസ്ഥാനമായ ലക്നൌവിന്റെ നിയന്ത്രണം ബീഗം ഏറ്റെടുത്തു. റാണി ലക്ഷ്മിബായി, ഭക്ത് ഖാൻ, മൗലവി അബ്ദുള്ള തുടങ്ങിയ ധീര യോദ്ധാക്കൾക്കൊപ്പം ബീഗം നേരിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധക്കളത്തിലിറങ്ങി. മറാത്ത നേതാവായ നാനാ സാഹിബുമായി ഒരുമിച്ച് പ്രവർത്തിച്ച അവർ സമീപത്തുള്ള നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരായി ഒരുമിപ്പിച്ചു. ലക്നൗ പിടിച്ചതോടെ അവർ സ്ഥാനമൊഴിയുകയും അന്ന് വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള മകന് അധികാരം കൈമാറുകയും ചെയ്തു. നീണ്ട 18 മാസം നീണ്ട ഉപരോധം നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർ സാധ്യമായ എല്ലാ വഴിക്ക് നിന്നും സൈന്യത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു. അവർ നേപ്പാൾ രാജാവിന്റെ സഹായം തേടി. നേപ്പാളിൽ നിന്നും ഗൂർഖ സൈന്യം ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടി എത്തി. ഈ സമയമുണ്ടല്ലോ ബീഗം അനേകം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയായിരുന്നു. സൈനികരുടെ കുറവുണ്ട്, ആയുധങ്ങളുടെ ക്ഷാമമുണ്ട്, ഭക്ഷ്യക്ഷാമം തുടങ്ങി അനേകം വെല്ലുവിളികളാണ് അവർ നേരിട്ടുകൊണ്ടിരുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും സൈനികരുടെ കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്നതിനും വേണ്ടി അവർ തന്റെ ആഭരണങ്ങൾ, സ്വർണം, വെള്ളി ഇതൊക്കെ ഉരുക്കി ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്ത് ഇതൊക്കെ പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതിനിടെ മറ്റു മേഖലകളിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ഗൂർഖ സൈന്യത്തിന്റെ സഹായത്തോടെ കമ്പനി ലക്നൗ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ലക്നൗ ഉപരോധിച്ച ശിപായിക്കളെയും നാട്ടുരാജ്യങ്ങളെയും സൈന്യങ്ങളെയും ബ്രിട്ടീഷുകാർ തുരത്തി. 1858 മാർച്ച് 16 അന്ന് ബീഗത്തിന്റെ ജീവിതത്തിലെ നിർണായക ദിനമായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കടുത്ത ആക്രമണത്തെ തുടർന്ന് ബീഗം ഹസ്രത്ത് മഹലിന് ലക്നൌവിലും അവധിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും നിയന്ത്രണം നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഖൈസർബാഗ് കീഴടക്കിയതോടെ ബീഗം വളരെ രഹസ്യമായി പലായനം ചെയ്യുകയും ബീദൌളിയിൽ നിന്ന് ഭരണം തുടരുകയും ചെയ്തു. മറ്റ് സ്ഥലങ്ങളിൽ അവർ വീണ്ടും സൈനികരെ സംഘടിപ്പിക്കുകയും യുദ്ധം തുടരാൻ ആരംഭിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരെ അവർ ഗറില്ല ആക്രമണങ്ങൾ നടത്തി. സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 1858 നവംബർ 1 വിക്ടോറിയ രാജ്ഞി പൊതുമാപ്പ് വാഗ്ദാനം ചെയ്യുന്ന വിളംബരം പുറപ്പെടുവിച്ചു. അതിന് മറുപടിയായിട്ട് ബീഗം ഹസ്രത്ത് മഹൽ ഒരു പ്രതി വിളംബരമാണ് പുറത്തിറക്കിയത്. രാജ്ഞിയുടെ വാഗ്ദാനങ്ങൾ പുകമറയാണെന്നും തെറ്റായ പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും നൽകി കലാപത്തെ തകർക്കുകയാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ലക്ഷ്യമെന്നും അവർ ആ പ്രതി വിളംബരത്തിൽ വ്യക്തമാക്കി. ധൈര്യം നോക്കൂ. ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് രാജ്ഞി ഏറ്റെടുത്തു. പക്ഷേ കമ്പനിയുടെ നിയമങ്ങളും കമ്പനിയുടെ ഉദ്യോഗസ്ഥരും ഗവർണർ ജനറലും കമ്പനിയുടെ നീതിന്യായ ഭരണവും എല്ലാം ഒരു മാറ്റവുമില്ലാതെ തുടരുന്നുവെന്ന് ബീഗം ചൂണ്ടിക്കാണിച്ചു. ഇത് ബ്രിട്ടീഷുകാരെ വല്ലാതെ അങ്ങ് പ്രകോപിപ്പിച്ചു. ബീഗത്തെ തടയാനുള്ള വേട്ടയാടാനുള്ള ശ്രമങ്ങൾ ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. 1859 ജനുവരിയിൽ ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ മകനുമൊത്ത് തെരായ് മേഖലയിലേക്കും അവിടെ നിന്ന് നേപ്പാൾ അതിർത്തിയിലേക്കും പലായനം ചെയ്തു. അപ്പോൾ നേപ്പാൾ രാജാവ് ആദ്യം അഭയം നിഷേധിച്ചു. പക്ഷെ പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സമ്മർദ്ദങ്ങൾ വകവെക്കാതെ അവരെ താമസിക്കാൻ അനുവദിച്ചു. നേപ്പാളില് ബീഗം കഴിയുന്നതിനിടെ ബ്രിട്ടീഷുകാർ ചില ഓഫറുകൾ അവർക്ക് മുന്നാകെ വീണ്ടും വെച്ചു. അവധിലേക്ക് മടങ്ങി വരാം, ബ്രിട്ടീഷുകാരുടെ കീഴിൽ പ്രവർത്തിക്കാനൊക്കെയായിരുന്നു ആ ക്ഷണം. അവർ ബീഗത്തിന് സമ്പത്തൊക്കെ വാഗ്ദാനം ചെയ്തു. പക്ഷെ അവരത് നിരാകരിക്കുകയും നിരസിക്കുകയും പോരാട്ടത്തിന്റെ പാത തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അത് വലിയൊരു കെണിയാണെന്നായിരുന്നു അവരുടെ മറുപടി. നേപ്പാളിൽ വെച്ച് വീണ്ടും അവർ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു.
അതിനിടെ 59ാമത്തെ വയസ്സിൽ 1879 ഏപ്രിൽ 7 നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ അവർ മരണത്തിന് കീഴടങ്ങി. കാഠ്മണ്ഡുവിലെ ജുമാ മസ്ജിദിന് സമീപം ബീഗം ഹസ്രത്ത് മഹലിന്റെ ഖബറടക്കി. ജുമാ മസ്ജിദ് കമ്മിറ്റിയാണ് നിലവിൽ ഇത് ചെറിയ രീതിയിലൊക്കെ പരിപാലിച്ചു പോരുന്നത്. യുദ്ധകാലത്ത് അധികാരം തലയ്ക്ക് പിടിക്കാത്ത വിധം ബീഗം പ്രായോഗിക ബുദ്ധിയോടെയും നയതന്ത്രജ്ഞതയോടെയുമാണ് അവധ് ഭരിച്ചത്. താലൂക്ക്ദാർമാരുടെ മാറിയേക്കാവുന്ന കൂറ് എന്ന പ്രശ്നം അവർ മുൻകൂട്ടി കണ്ടു. ബ്രിട്ടീഷുകാരെ തുരത്തുന്നതുവരെ വിശ്വസ്തയോടെ പോരാടുമെന്ന് അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചിട്ടാണ് അവരിതിനെ നേരിട്ടത്. 1857 ഔദിലെ കലാപത്തിന് പിന്നിലെ പ്രധാന പ്രേരക ശക്തി അവര് തന്നെയായിരുന്നു. ബ്രിട്ടീഷ് പത്രമായ ദ ടൈംസ് അന്ന് അവരെ കുറിച്ച് എഴുതിയത് എന്താണെന്ന് അറിയാമോ? അവധിലെ ബീഗം എല്ലാ ബ്രിട്ടീഷ് ജനറൽമാരെക്കാളും തന്ത്രപരമായ വിവേകവും ധൈര്യവും കാണിക്കുന്നു എന്നാണ്. യുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈനിക ജനറൽമാർ ലണ്ടനിലേക്ക് അയച്ച റിപ്പോർട്ടുകളിൽ ബീഗത്തെ കലാപത്തിന്റെ ആത്മാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. അതേസമയം അവധിലെ ജനങ്ങൾ അവളെ ദുർഗാദേവിയായിട്ടാണ് കണ്ടത്. ബീഗത്തിന്റെ മരണശേഷം 1887 വിക്ടോറിയ രാജ്ഞിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് സർക്കാർ ബീഗത്തിന്റെ മകൻ ബിർജിസ് ഖദറിന് മാപ്പു നൽകി നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചു. ബിർജിസ് നാട്ടിലേക്ക് തിരിച്ചു വന്നു. ലക്നൌവിൽ താമസവും തുടങ്ങി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഗവൺമെന്റ് ബീഗത്തെ ആദരിച്ചു. 1962 ഓഗസ്റ്റ് 15 ലക്നൌവിലെ ഹത്രസ്ഗഞ്ചിലെ പഴയ വിക്ടോറിയ പാർക്കിൽ നടന്ന ചടങ്ങിൽ 1857 ആദ്യ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ വഹിച്ച തുല്യതയില്ലാത്ത പങ്ക് മുൻനിർത്തിക്കൊണ്ട് ബീഗം ഹസ്രത്ത് മഹലിന് മരണാനന്തര ബഹുമതി നൽകി. ലക്നൌവിലെ ഹസ്രത് ഗഞ്ചിലെ പഴയ വിക്ടോറിയ പാർക്കിനടുത്ത് 4 മാർബിൾ ഫലകങ്ങൾ അടങ്ങുന്ന ഒരു മാർബിൾ സ്മാരകം നിർമ്മിച്ചു. അവധ് രാജകുടുംബത്തിന്റെ രാജകീയ ചിഹ്നം പതിപ്പിച്ച പിച്ചള ഫലകങ്ങൾ അടങ്ങുന്നതായിരുന്നു ആ സ്മാരകം. 1984 മെയ് 10 ഇന്ത്യ ഗവൺമെന്റ് ബീഗം ഹസ്രത്ത് മഹലിന്റെ ബഹുമാനാർത്ഥം ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾക്കായി ബീഗം ഹസ്രത്ത് മഹൽ നാഷണൽ സ്കോളർഷിപ്പ് ആരംഭിച്ചു. മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ വഴിയാണ് ഈ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള സ്കോളർഷിപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മള് നൂർ ഇനായത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തില്ലേ? ആ വീഡിയോയിൽ നിങ്ങളിൽ ഒരാൾ ആവശ്യപ്പെട്ടതാണ് ബീഗം ഹസ്രത്ത് മഹലിന്റെ വീഡിയോ. ഇതാ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചു.